ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ്. കഥാനായകനായ ഗുപ്ത ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യുകയാണ്. ഒരു ശനിയാഴ്ച സെൻറ്റ് മാർട്ടിൻ തെരുവിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അയാൾ കയറുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ 2 ടേബിളിനപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അയാളെ ശ്രദ്ധിക്കുന്നതായി ഗുപ്തയ്ക്ക് തോന്നി. ഭക്ഷണം കഴിഞ്ഞിട്ട് പോകുമ്പോഴും അവൾ റിസപ്ഷനിസ്റ്റിനോട് എന്തൊക്കെയോ ചോദിച്ചു. ഭക്ഷണം കഴിച്ചിറങ്ങിയ ഗുപ്ത റിസപ്ഷനിസ്റ്റിനോട് അവൾ എന്താണ് ചോദിച്ചതെന്ന് ചോദിച്ചു. അവൾ അയാൾ ഇന്ത്യക്കാരനാണോ എന്നും വെജിറ്റേറിയൻ ആണോ എന്നുമാണ് അന്വേഷിച്ചത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അയാൾക്ക് ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു. കാരണം അവൾ ശനിയാഴ്ച മാത്രമേ ആ ഹോട്ടലിൽ പോയിരുന്നുള്ളൂ. അവൾക്ക് ശമ്പളം കിട്ടുന്നത് ശനിയാഴ്ചയായിരുന്നു. അടുത്ത ശനിയാഴ്ച അയാൾ അവളെ കണ്ടു. അവൾ തൻ്റെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണെന്ന് പറഞ്ഞു. എന്താണ് തന്നെക്കുറിച്ച് അന്വേഷിച്ചതെന്ന് അയാൾ ചോദിച്ചു. ഇന്ത്യക്കാരെല്ലാം യോഗശക്തിയുള്ളവരാണെന്നും വെജിറ്റേറിയൻസ് ആണെന്നും എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. തൻ്റെ സഹോദരനായ ഫ്രാങ്കാണ് ഇത് പറഞ്ഞതെന്നും അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഗുപ്ത അവളെ വിളിക്കുവാനുള്ള എളുപ്പത്തിന് മാഗി എന്നാണ് വിളിച്ചത്. അവൾ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇംഗ്ലണ്ടിലെത്തിയിട്ട് ഇതുവരെ സാധാരണക്കാരുടെ വീട് സന്ദർശിച്ചിട്ടില്ല. അയാൾ ക്ഷണം സ്വീകരിച്ചു. അമ്മയാണ് വാതിൽ തുറന്നത്. അമ്മയും മാഗിയും കൂടി സൈഡ് ബിസിനസ് എന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ലാംബത്ത് എന്ന അവരുടെ സ്ഥലത്ത് ആളുകൾക്ക് ശനിയാഴ്ചയാണ് ശമ്പളം കിട്ടുന്നത്. അന്ന് ചന്തയിൽ ആളുകൂടും, കേക്കും ചിലവാകാറുണ്ട്. ഫ്രാങ്ക് ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ ഒരു മോതിരം കൊണ്ടുവന്നിരുന്നു. ഒരു യോഗി ഇന്ത്യയിൽ വെച്ച് കൊടുത്തതാണ്. അതിലെ കല്ലിൽ തറപ്പിച്ചു നോക്കിയാൽ ഭൂതവും ഭാവിയും കാണാമത്രേ. ഫ്രാങ്കിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് നാളായി യാതൊരു വിവരവുമില്ല. അമ്മയും മകളും സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഗുപ്തയിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നത്. അവർ മോതിരം ഗുപ്തയെ ഏൽപ്പിച്ചു. അയാൾക്ക് ചിരി വന്നു. അന്ധവിശ്വാസം എന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാലും 2 പേരെയും സമാധാനപ്പെടുത്താൻ അയാൾ ഒരു ശ്രമം നടത്തി. പിന്നീട് ഗുപ്ത ഇടയ്ക്കിടെ അവരെ കാണാൻ ചെല്ലുകയും അവരെ പുറത്തു കൊണ്ടുപോവുകയുമൊക്കെ ചെയ്ത് വീട്ടിലെ ഒരംഗത്തെ പോലെയായി. ഒരു ദിവസം മാഗി ഗുപ്തയെ കാണാനെത്തി. അവൾ വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു. ഒരു സഹായം ചോദിക്കാനാണ് എത്തിയത്. അമ്മയ്ക്ക് തീരെ വയ്യാതായിരിക്കുന്നു. ചേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ ശല്യപ്പെടുത്തുന്നതാണ് കാരണം. അവൾ ഗുപ്തയോട് മോതിരം നോക്കി ചേട്ടൻ സുഖമായിരിക്കുന്നു എന്നൊരു കള്ളം പറയാമോ എന്ന് ചോദിക്കുന്നു. അയാൾ സമ്മതിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അമ്മയ്ക്ക് സുഖം പ്രാപിക്കുന്നു. പക്ഷേ സത്യത്തിൽ ഭ്രാങ്ക് മരിച്ചിരുന്നു. അധികം താമസിയാതെ 2 പേരും ആ സത്യം അറിയുന്നു. ഗുപ്തയ്ക്ക് താൻ പറഞ്ഞ കള്ളത്തിൽ കുറ്റബോധം തോന്നുന്നു. അങ്ങനെ ഇരിക്കെ ഗുപ്തയ്ക്ക് പോകാനുള്ള ദിനം വന്നെത്തി. അന്ന് മാഗി അയാളെ കാണാനെത്തി. കുറച്ച് പണവുമായാണ് അവൾ വന്നത്. അവൾ തൻ്റെ സഹോദരനെ അടക്കം ചെയ്തിരിക്കുന്ന ഡെറാ ഖാസി ഖാൻ എന്ന സ്ഥലത്താണെന്ന് പറയുന്നു. ഈ പണത്തിന് താങ്കൾ കുറച്ച് പൂക്കൾ വാങ്ങി അവിടെ അർപ്പിക്കണമെന്നും പറയുന്നു. ആ പൈസ വാങ്ങാതെ പൂക്കൾ പണമില്ലാതെയും കിട്ടുമെന്ന് അവളോട് പറയാനാണ് ആദ്യം അയാൾക്ക് തോന്നിയത്. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞില്ല. ഈ പണം അവളുടെ സഹോദരനോടുള്ള സ്നേഹമാണ്. വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവൾ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പണം സ്വീകരിച്ചാൽ അത് അവളുടെ സ്നേഹത്തിനുള്ള അംഗീകാരം കൂടിയായിരിക്കും. അയാൾ ആ പണം സ്വീകരിച്ചു. അവളുടെ സഹോദരനെ അടക്കിയ സ്ഥലത്ത് പോകാമെന്നും ഈ പണത്തിന് പൂക്കൾ വാങ്ങി അർപ്പിക്കാമെന്നും അയാൾ അവൾക്ക് വാക്കുകൊടുക്കുന്നു.